നമസ്കാരം. നടനും MLA-യുമായിട്ടുള്ള മുകേഷിന് അപ്രഖ്യാപിത വിലക്കുണ്ടാകുന്നു. ചിലപ്പോൾ അതങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു. കാരണം ഈ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് CPM ആണ്. പാർട്ടിയുമായി ബന്ധപ്പെട്ട പൊതുപരിപാടികളിൽ താൽക്കാലികമായി പങ്കെടുപ്പിക്കേണ്ട എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രചാരണ പോസ്റ്ററുകൾ ഫോട്ടോ ഉൾപ്പെടുത്തേണ്ട എന്നുമാണ് ഇപ്പോൾ പാർട്ടി ജില്ലാ നേതൃത്വത്തിൻ്റെ അനൗദ്യോഗികമായിട്ടുള്ള തീരുമാനം. ഈ വിവരം ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മുകേഷിന് പുറത്തിരിക്കാം കുറച്ചുകാലം. മുകേഷിനെതിരെ നടി നൽകിയ ലൈംഗിക പീഡന പരാതി, ആ പരാതിയിൽ കുറ്റപത്രം നൽകിയ സാഹചര്യത്തിലാണ് ജില്ലാ നേതൃത്വം ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്താൻ നിർബന്ധിതമായത്. അതേസമയം MLA എന്ന നിലയിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വിലക്ക് ഒന്നും തന്നെ ഇല്ല എന്നതാണ്. ഈ പരിപാടികളിൽ പ്രമുഖ നേതാക്കൾ പരമാവധി വിട്ടുനിൽക്കാനാണ് സാധ്യത. പീഡന പരാതിയിൽ അതിവേഗം കുറ്റപത്രം സമർപ്പിച്ചതോടുകൂടി കൊല്ലത്തെ CPM നേതൃത്വം പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം അത്തരത്തിലൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. പാർട്ടി സംസ്ഥാന സമ്മേളനം മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് വെച്ചാണ് നടക്കുന്നത്. അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് മുകേഷിനെതിരെയുള്ള കേസ് മങ്ങലേൽപ്പിക്കുമോ എന്ന ഒരു ആശങ്ക അത് പാർട്ടി ജില്ലാ നേതൃത്വത്തെ ഇപ്പോൾ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, പ്രതിപക്ഷത്തെ പ്രധാന സംഘടനകളെല്ലാം ഇപ്പോൾ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം തുടങ്ങിയിരിക്കുകയാണ്. മുകേഷിൻ്റെ ഓഫീസിലേക്കും വസതിയിലേക്കുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസിനോടൊപ്പം BJP-യും യൂത്ത് കോൺഗ്രസും ഒക്കെ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ അവരുടെ പോഷക സംഘടനകളുടെയൊക്കെ ആഭിമുഖ്യത്തിൽ വലിയ പ്രതിഷേധ മാർച്ചുകളൊക്കെ സംഘടിപ്പിക്കപ്പെട്ടു. കാരണം മുകേഷ് രാജിവെക്കും വരെ സമരം തുടരുമെന്ന് തന്നെ ഈ സംഘടനകളൊക്കെ ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സമരങ്ങൾക്കൊക്കെ ലഭിക്കുന്ന ഒരു ജനപിന്തുണ അത് CPM ജില്ലാ നേതൃത്വത്തെ വല്ലാതെ അലോസരപ്പെടുത്തുകയാണ്. CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള സെമിനാറുകൾ, ഒപ്പം തന്നെ ഈ തൊഴിലാളി സംഗമങ്ങൾ, ഇതര പരിപാടികളൊക്കെ കൊല്ലം നഗരത്തിലും ജില്ലയിൽ തന്നെ ഉടനീളവുമായിട്ട് നടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അവിടെയാണ് CPM-ന് ഇപ്പോൾ ഇത്തരത്തിലൊരു അലോസരപ്പെടുത്തലുള്ളത്. ഈ പരിപാടികൾക്കൊക്കെ കാര്യമായ മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നില്ല എന്നൊരു പരിഭവം CPM-ൻ്റെ ജില്ലാ നേതൃത്വത്തിന് ഉണ്ട് താനും. അതേസമയം മുകേഷിനെതിരായ പ്രതിഷേധം എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ജില്ലാ നേതൃത്വം വല്ലാതെ കെണിയിൽപ്പെട്ടു. ഇതിനിടയിൽ കോടതി വിധി വരുന്നതുവരെ മുകേഷിന് MLA സ്ഥാനത്ത് തുടരാമെന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പ്രസ്താവന, ആ പ്രസ്താവന കൂടി വന്നതോടുകൂടി ജില്ലാ നേതൃത്വം കൂടുതൽ പരുങ്ങലിലായി എന്ന് വേണമെങ്കിൽ പറയാം. മുകേഷിനെതിരെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച ശേഷം കൊല്ലത്ത് പാർട്ടി നേതൃത്വം കാര്യമായിട്ടുള്ള പ്രതികരണം നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കാരണം മുകേഷിനെ സംരക്ഷിക്കണോ തള്ളണോ കൊള്ളണോ എന്നറിയില്ല. സംസ്ഥാന സെക്രട്ടറി അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് കൂടുതൽ പ്രതികരണത്തിനില്ല എന്ന ഒരു നിലപാടിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം, കൊല്ലത്തെ CPM. ഈ സാഹചര്യത്തിലാണ് മുകേഷിനെ പാർട്ടി പരിപാടികളിൽ നിന്ന് തൽക്കാലം പടിക്ക് പുറത്ത് നിർത്തുവാനുള്ള ഒരു തീരുമാനം ബന്ധപ്പെട്ടവർ അനൗദ്യോഗികമായിട്ട് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. പാർട്ടിക്ക് പുറത്ത് നിർത്തുക, ഒപ്പം തന്നെ ഒരു അപ്രഖ്യാപിത വിലക്ക് പോലെ കൽപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഒന്നുകിൽ ഈ വിലക്കുകൾ മറികടന്ന് മുകേഷിന് മുന്നോട്ട് പോകാം, ഇല്ല എങ്കിൽ ഈ MLA പദവിയൊക്കെ രാജിവെച്ച് നടനായി ശിഷ്ടകാലം ജീവിക്കുകയും ചെയ്യാം. ഇതിലേത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നടൻ മുകേഷ് തന്നെയാണ്. ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിന് രാജിവെച്ച് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ഉണ്ടെങ്കിൽ അത് തെളിയിക്കുവാനുള്ള ഒരു അവസരം വരെ കാത്തിരിക്കാമായിരുന്നു. ഇല്ല, ഇനിയും MLA ആയി തുടരാനാണ് ഭാവമെങ്കിൽ ഈ CPM-ൻ്റെ ജില്ലാ നേതൃത്വം എടുക്കുന്ന ഇതേ തീരുമാനവും ഈ അപ്രഖ്യാപിത വിലക്കുമൊക്കെ നാളെ ഒരു നാൾ സംസ്ഥാന നേതൃത്വവും കൈക്കൊണ്ടേക്കാം, പാർട്ടിയിൽ ആരുമല്ലാതായി മാറിയേക്കാം. അതുകൊണ്ട് ഈ MLA സ്ഥാനമൊക്കെ പറ്റുമെങ്കിൽ വലിച്ചെറിഞ്ഞ് നടനായി ശിഷ്ടകാലം ജീവിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുക. ഇല്ലെങ്കിൽ പാർട്ടിയിൽ താങ്കൾ ആരുമല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം താങ്കൾക്ക് തന്നെ നേരിടേണ്ടി വരും.